മനുഷ്യനും ഒരുപാട് സുഖിക്കുമ്പോ, ഒരുപാട് ആസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണം. എന്തിനാണ് നോക്കാൻ പറഞ്ഞത്? والموت وذنا من شراك نعله. നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടടാ ചെറുപ്പക്കാരാ. മരണം നിന്റെ കൂടെയുണ്ട വാപ്പാ. ഏത് നിമിഷവും ആ മരണം നിന്റെ മുന്നിലേക്ക് കടന്നു വരുമല്ലോ. ബോധത്തോടെയാ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാ തയ്യാറെടുക്കേണ്ടത്. ദുനിയാവിൽ ഒരു കടയുണ്ട്, കൊട്ടാരമുണ്ട്. ഈ പടച്ചവര് ഒരു വഴിയിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവന്, കൊട്ടാരം പോലെ വീടുള്ളവന്, പടച്ചവനെ ശാസ്താംകോട്ടയിലോ അല്ലെങ്കിൽ പടച്ചവനെ ഭരണിക്കാവിലെ ബാങ്കിനകത്ത് ലക്ഷങ്ങൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവര് ഇന്ന് രാത്രി നീ മരിച്ചാ മോനെ നിന്റെ വസ്തുക്കള് നിന്റെ മക്കളെടുക്കുകയാ, നിന്റെ വീട് നിന്റെ ഭാര്യ എടുക്കുകയാ, നിന്റെ സമ്പാദ്യം മുഴുവനും അവര് പങ്കുവെച്ചെടുക്കുമടാ. നിനക്കൊന്നും കിട്ടില്ലടാ, നിനക്കൊന്നും കിട്ടില്ലടാ. എങ്കിലും നിനക്ക് എന്തെങ്കിലും കിട്ടണോ, എന്തെങ്കിലും ആ മരണത്തിന് ശേഷം പ്രയോജനം ചെയ്യണോ. അങ്ങനെ പ്രയോജനം ചെയ്യണമെങ്കിൽ ഏക്കറകണക്കിന് ജാഗ എനിക്കില്ല, കൊട്ടാരം പോലെയുള്ള വീടില്ല, ഭാര്യ പോലും ചോദിക്കും എപ്പം നോക്കിയാലും ഒരു സ്ഥാപനം, ഒരു സ്ഥാപനം, ഒരു സ്ഥാപനം, ഇതല്ലാതെ വേറൊരു പണിയുമില്ലല്ലോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സംഘാടകരോട് പറയുകയാണ്, ഭാര്യ എത്ര വേണമെങ്കിലും പറയട്ടെ, പക്ഷേ നിങ്ങളും ഓർത്തു വെച്ചോ, മണ്ണിനകത്ത് കിടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ചിലപ്പോ ആ 4 മാസവും 10 ദിവസം കഴിയുമ്പോ അവരുടെ കുടുംബക്കാര് വേറൊരുത്തന് കെട്ടിച്ചു കൊടുക്കും. നിന്റെ മക്കള് നിന്നെ മറക്കും, നിന്റെ ഭാര്യ നിന്നെ മറക്കും. പഠിച്ചവനെ അവള് ചെറുപ്പക്കാരിയാണെങ്കിൽ വേറെ ഒരു ജീവിതം കിട്ടുമല്ലോ. കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അന്യന്റെ മെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയതീമായി തടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിൽത്തതത്ഭുതമല്ലേ. ഈ സംഘാടകരോട് പറയുകയാ, പള്ളിപ്പറമ്പിനകത്ത് കിടക്കുമ്പോ സമ്പാദിച്ചതെന്നറിയോ? പഠിക്കുന്ന 40 മക്കൾക്ക് ഒരു തലനാക്കാൻ ഒരു സ്ഥലമുണ്ടാക്കി കൊടുത്തില്ലേ സഹോദരാ? അതാണ് മരണത്തിന് ശേഷം കിട്ടുന്നത്. ഈ 40 മക്കൾക്ക് ഒരു നേരത്തെ അന്നം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊക്കെ രക്ഷപ്പെടും സഹോദരാ. സ്വന്തം മക്കൾക്ക് കൊടുത്തതിനേക്കാളും പ്രതിഫലം കിട്ടുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കൂട്ടിവെക്കുന്നതിലല്ല, കൂട്ടിവെക്കുന്നതിൽ കാര്യമില്ലടോ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു വെക്ക്. ഒരു ബുദ്ധിയുള്ളവൻ അതാണ് ചെയ്യേണ്ടത്, ഒരു ബുദ്ധിയുള്ളവൻ അതാണ് ചെയ്യേണ്ടത്. പറയുന്ന ഞാൻ, പഠിച്ചവനെ എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു വീടുണ്ട്, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, ഈ തന്നതല്ല എന്നീ വാഴ പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ മരിച്ചു വീണാൽ എനിക്ക് നല്ല മരണം തരുമാറാകട്ടെ. മക്കൾക്കൊക്കെ ആഞ്ഞ ബുദ്ധിയാ, ഇന്നത്തെ മക്കൾക്കൊക്കെ വല്ലാത്ത ബുദ്ധി. എന്റെ ഒരു സുഹൃത്ത് കണ്ണൂരുകാരനാണ്, അദ്ദേഹം ആധാരം എഴുതുന്ന ജോലിക്കാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ യാദൃശികമായി പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു കോള് വന്നു. പെട്ടെന്ന് ഉസ്താദേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് പോയി. ആരോ ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത്. പെൺകുട്ടിയെ അളിയനും കൂടെ നിന്ന് ഫോൺ വിളിക്കുക. ചോദിച്ചു, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം, പെൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ സ്വത്തിൽ ആൺമക്കൾക്ക് എത്ര കിട്ടും, പെൺമക്കൾക്ക്? ഇതാണ് സംശയം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, ആണുങ്ങൾക്ക് ഇത്ര, പെണ്ണുങ്ങൾക്ക് ഇത്ര. അപ്പൊ ഈ കാക്ക പറഞ്ഞു, ആധാരം എഴുതാൻ എന്റെ അടുത്ത് തന്നെ വരണേന്ന്. ഇത് പറഞ്ഞു നിങ്ങൾ എന്താ പൊടി കൊണ്ടുപോയിരിക്കണേ? ആധാരം എഴുതുന്ന ആള് വിചാരിച്ചു വാപ്പ മരിച്ചുപോയി, അപ്പൊ സ്വത്തൊക്കെ വിഹിതം വെക്കുമ്പോ ഇയാള് പറഞ്ഞു എന്റെ അടുക്ക് തന്നെ എഴുതാൻ വരണേന്ന്. ആ പെൺകുട്ടി പറഞ്ഞു വാപ്പ മരിച്ചിട്ടില്ലെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ മരിച്ചിട്ടൊന്നുമില്ല, ജീവനോട് ഇരിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഇതാണ് അവസ്ഥ.
നമ്മളൊക്കെ മരിച്ചു കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ കരുതിയുണ്ട് അതെനിക്കുള്ളതാ കരുതിയിരിക്കുക നമ്മുടെ മക്കൾ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഹദീസിലൂടെ നബിതങ്ങൾ 4 കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. 4 കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, വഅമില ലിമാ ബഅദൽ മൗത്. എന്നിട്ട് നബിതങ്ങൾ പറയുകയാണ്, വൽആജിസു മൻ ഇത്തബഅ നഫ്സഹു നഫ്സഹവാ വതമന്നാ അലല്ലാഹ്. നഷ്ടമാളി എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? നഷ്ടമാളി എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവന് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾ അനുസരിക്കുന്നവനാ. അവനൊരു ചിന്തയുമില്ല, തോന്നുന്നതുപോലെ നടക്കും, തോന്നുന്നതൊക്കെ തിന്നും, തോന്നുന്നതൊക്കെ ചെയ്യും. അവന്റെ ശരീരം എന്ത് പറയുന്നു? ഞാൻ പറയുമ്പോ തിന്നും, കുടിക്കാൻ പറയുമ്പോ കുടിക്കും, ഉറങ്ങാൻ പറയുമ്പോ ഉറങ്ങും, സുഖിക്കാൻ പറയുമ്പോ സുഖിക്കും. അവന് ഹറാമുമില്ല ഹലാലുമില്ല. അവന് തോന്നുന്നത് പോലെ അവനിങ്ങനെ ജീവിക്കുകയാണ്. അവന് തോന്നുന്നത് പോലെ അവനിങ്ങനെ ജീവിക്കുകയാണ്. അവൻ കണ്ടുപിടിക്കുന്നു, കഞ്ചാവടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വ്യഭിചരിക്കുന്നു. അവനിങ്ങനെ തിന്നും സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാ. എന്നിട്ട് അവൻ പറയുകയാ, വതമന്നാ അലല്ലാഹ്. സദസ്സിലിരിക്കുന്നവര് നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കാ, എന്ത് മോശത്തരം ചെയ്താൽ നിസ്കരിക്കാൻ കേറൂല, പള്ളിയിൽ വരില്ല, പാവങ്ങൾക്ക് കൊടുക്കില്ല, തോന്നിവാസിയെ പോലെ നടക്കും. അവനെ ഉപദേശിക്കുമ്പോ അവൻ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? എനിക്ക് സ്വർഗം തരും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും. എങ്ങനെ രക്ഷപ്പെടുത്താനടാ? എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്? ഒരു വഴി പള്ളിയുടെ മുമ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. പഠിച്ചവനെ ഭരണിക്കാവിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിട്ട് എനിക്ക് താമരക്കുളത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാനാടാ? ഭരണിക്കാവിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയിരുന്നിട്ട് ഇവ ദുആ ചെയ്യുന്ന പഠിച്ചവനെ, എനിക്ക് ചാരിമൂട് പോകണം, എനിക്ക് താമരക്കുളത്ത് പോകണം. നീ എത്ര ദുആ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നിനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ വണ്ടി ഇങ്ങോട്ടുള്ളതാണ്. ഇതുപോലെ നരകത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് അല്ലാഹു എനിക്ക് സ്വർഗം തരും, അല്ലാഹു എനിക്ക് സ്വർഗം തരുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണോ? പൊട്ടത്തരമല്ലേടാ, അത് പൊട്ടത്തരമല്ലേടാ, അതൊരു മന്ദബുദ്ധിയുടെ സ്വഭാവമല്ലേ. കൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നുണ്ടോ അതനുസരിച്ച് നീ ജീവിക്കണേ. അല്ലാഹു പറയുന്നതനുസരിക്കണോ? അല്ലാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കൂ. അല്ലാഹു എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞു അത് നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. അല്ലാഹു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു അത് നീ ചെയ്യല്ലേ. അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിച്ച ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്ക്. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്യരുത്. നിനക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കിക്കേ. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യങ്ങളാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ നഹൈതുകും അൻഹു ഫജ്തനിബു. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ നീ ചെയ്യാൻ പാടില്ല.
അല്ലാഹു പറയുന്നു നിസ്കരിക്കാൻ പറയുന്നു. അല്ലാഹു പറയുന്നൊരു മറുപടി വമാ അമർതുകും ബിഹി ഫഫഅലു മിൻഹും മസ്തതഅതും. ഖുർആൻ നബിതങ്ങൾ പറയുക, എടോ നിസ്കരിക്കാൻ അല്ലാഹു പറയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, അല്ലാഹു നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു. എന്നിട്ട് നിസ്കരിക്കാൻ പറഞ്ഞവനോട് അല്ലാഹു പറയുന്നു, നിനക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഇരുന്ന് നിസ്കരിച്ചോ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കും. ഒളുവില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. ഇനി ഒളുവെടുക്കാൻ വെള്ളമില്ലേ, തയമ്മം ചെയ്യും. ഔറത്ത് മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ. ഔറത്ത് മറയ്ക്കാൻ വസ്ത്രമില്ലേ, ഒന്നുമില്ലാതെ നിസ്കരിച്ചോ. അപ്പൊ നിസ്കാരത്തിന്റെയും ഇബാദത്തിന്റെയൊക്കെ വിഷയം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാനാ പറഞ്ഞു. പക്ഷെ അല്ലാഹു കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുടിക്കരുത്, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കരുത്, പലിശ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നരുത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാം, 3 കാര്യങ്ങൾ കൊണ്ടാണ് പാപത്തിലേക്ക്, അതാ പറഞ്ഞത് വലാ തഖറബുസ് സിനാ, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, അതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്നാ പറഞ്ഞത്. നീ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുത്. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്താ? പാപത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ഇത്രയും കടുംപിടുത്തം ചെയ്യാനുള്ള കാരണം 3 കാരണങ്ങളാ പറയുന്നത്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഒന്നാമത്തെ കാരണം എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് പാപം ചെയ്തു കഴിഞ്ഞാൽ, പഠിച്ചവനെ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുകയാണ്. പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ പുള്ളി വീഴുന്നു. അവസാനം അവന്റെ ഹൃദയം കറുത്തു പോകുന്നു. പാപങ്ങൾ അധികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോവുകയാ, ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവന് നന്നാകാൻ പറ്റൂല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഏറ്റവും അടുത്ത് കിടത്തവനാ അബൂജഹല്. അല്ലാഹുവേ, കഅബാലയത്തിന്റെ ഏറ്റവും അടുത്ത് വീടുള്ളവൻ അബൂജഹല്. അബൂജഹല് നന്നായില്ലല്ലോ. നിങ്ങളുടെ വീട് അതിനെക്കാളും ദൂരെയായിരുന്നു. നിങ്ങളുടെ കൂട്ടുകാരൻ കുടുംബക്കാരനാണ് അബൂജഹല്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ അബൂജഹലിന് കഴിഞ്ഞില്ല. ഈ നാട്ടിൽ പോരുപടിയിൽ എത്രയോ പേരുണ്ട്, എത്ര ഉപദേശിച്ചാലും തിരിയാത്ത ചിലരുണ്ടല്ലോ. എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. ഞാനൊറ്റ ഉദാഹരണം പറയാ. ഇരിക്കുന്നവരിൽ ചില മക്കള് പറയാറുണ്ട്, സിറാജ് ഉസ്താദ്, എന്റെ വാപ്പയ്ക്ക് 50ആയി 60ആയി 70ആയി, മുടി നരച്ചു, വാപ്പാടെ തൊലിയൊക്കെ ചുളുങ്ങി, ഒരുപാട് രോഗമുണ്ട്. വാപ്പാടെ ജ്യേഷ്ഠനും അനുജനും കൂടെ പഠിച്ചവരും ഖബറിനകത്ത് പോയി. എന്റെ വാപ്പാടെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇപ്പോഴും വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. വാപ്പ കള്ളു കുടിക്കുന്നു. സിറാജ്, എന്റെ വാപ്പ പ്രായം ചെന്നിട്ട് പോലും ഈ മനുഷ്യൻ നന്നാകുന്നില്ല. എന്റെ വാപ്പ എന്തേ ഇങ്ങനെയായി പോയത്? നീ ചിന്തിക്കുന്നല്ലോ, 55ഉം 60ഉം വയസ്സുള്ള മുടി നിറച്ചു പോയ നിന്റെ ഉമ്മ ഇപ്പോഴും പടച്ചവനെ സീരിയലിന്റെ ലോകത്താ, അധിക സമയവും ടിവിയുടെ ഫ്രണ്ടിലാ. അവിടുത്ത ഏഷണി പരദൂഷണം ഉപദേശിച്ചാ ശപിക്കുകയാ. പടച്ചവനെ, മക്കള് ചിന്തിക്കുന്നു, എന്തേ പടച്ചവനെ എന്റെ ഉമ്മ നന്നാകാത്തത്? എന്റെ ഉമ്മ നന്നാകാത്തത് എന്താണ്? എന്റെ വാപ്പയുടെ സ്വഭാവം നന്നാകാറ്, എന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നാകാറ് ചെയ്യണേ എന്ന് പറയുന്ന മക്കളുണ്ടല്ലോ. ചോദിക്കട്ടെ, ചില മാതാപിതാക്കള് 15 വയസ്സുള്ളവൻ 20 വയസ്സുള്ളവന് കഞ്ചാവടിക്കുന്ന ഉസ്താദ്, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അവൻ എന്നെ തല്ലാൻ വരുന്ന ഉസ്താദ്, എന്നെ ചീത്ത വിളിക്കുന്ന ഉസ്താദ്. എന്റെ 20 വയസ്സുള്ള മകന്റെ സ്വഭാവം ഒന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പമാരുണ്ടല്ലോ. ഞാൻ അനുസരിക്കാത്ത മക്കൾ മുടി വളർത്തി നടക്കുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിക്കുകയാണ്. വെള്ളിയാഴ്ച
പോലും പള്ളിയിൽ പോകാതെ നടക്കുന്ന മക്കള് നീ തന്നെ ചോദിക്കുന്നു, എന്തേ പടച്ചവനെ എന്റെ മക്കൾ ഇങ്ങനായി പോയത്? എന്റെ മകൻ എന്തേ ഇങ്ങനെയായത്? എന്തിനാ എന്റെ മക്കൾ ഇങ്ങനായി പോയത്? ഞാൻ ഉദാഹരണം പറയട്ടെ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമായി. അവസാനം ഒളിച്ചോടി പിടിച്ചുകൊണ്ട് വന്നു. കുടുംബക്കാര് തല്ലുകയാണ്. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന ഉടനെ ദേഷ്യം കാരണം തല്ലി. പടച്ചവനെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നുമോളെ വീടിനകത്തിട്ട് തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് തന്റെ പൊന്നുമോളെ കെട്ടിപ്പിടിച്ചിട്ട് മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ പൊന്നുമോളെ ഒന്നും ചെയ്യില്ലേ, അവൾ അറിയാതെ ചെയ്തു പോയതാ. തന്റെ പൊന്നുമോളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തന്റെ പൊന്നാര മകളെ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ അവനെ നമുക്ക് വേണ്ട മോളെ, അവൻ നമ്മുടെ മതം പോലുമല്ല, നീ അവനെ മറക്കണം മോളെ. ഉമ്മയാ പറയുന്നത്, എന്നോടൊരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ മറക്കും മോളെ. പടച്ചവനെ 18-കാരിയുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലടോ. ആരാ കയ്യിൽ പിടിച്ച് കരയുന്നത്? സ്വന്തം പെറ്റതള്ളയാ. സ്വന്തം ഉമ്മ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞിട്ടും അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുത്ത വാപ്പാ പടച്ചവനെ തലതാറ്റി പിടിച്ചിട്ട് മകളുടെ കാലിൽ പിടിച്ചിട്ട് പറയുന്നു, എന്നെ നാണം കെടുത്തരുത്. നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല. എന്റെ മക്കൾക്ക് ഇനി ഒരു നല്ല ജീവിതം കിട്ടൂല. മോളെ കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയില്ല. എന്റെ പൊന്നുമോളവനെ മറക്കണം. ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. കുടുംബക്കാരുപദേശിച്ചു, കൂട്ടുകാരുപദേശിച്ചു, കാരണവന്മാരുപദേശിച്ചു, പള്ളിയിലെ ഖതീബ് മരണവും നരകവും ഖബറും പരലോകവും എല്ലാം പറഞ്ഞു കൊടുത്തു. അവള് ചലിക്കുന്നില്ല. 18-കാരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. അവസാനം കോടതിയിൽ കേസെത്തി. ജഡ്ജി ചോദിക്കുന്നു, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ? 18 ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ? ഒരു മടിയുമില്ലാതെ നെഞ്ചു വിരിച്ചു നിന്നിട്ട് പറയും, എനിക്ക് എന്റെ കാമുകനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ പെൺകുട്ടി ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങി പോകുമ്പോ പ്രസവിച്ച ഉമ്മയും തന്റെ പൊന്നുമകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വാപ്പാ നെഞ്ചു പൊട്ടിയിട്ട് കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുകയാ, പോകല്ലേ മോളെ, പോകല്ലേ മോളെ. എത്ര നിലവിളിച്ചിട്ടും അവൾക്കൊരു നാണവുമില്ലാതെ ഒന്നും കേൾക്കാത്തതുപോലെ പോകുന്നല്ലോ. ഇറങ്ങിച്ചെന്നവന്റെ ദേവാലയത്തിൽ പോയി വിവാഹം കഴിച്ചിട്ട് അതുപോലും സ്റ്റാറ്റസ് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, പാപ്പയും അമ്മയും ചോദിക്കുകയാ, എന്റെ മോൾക്ക് എന്ത് പറ്റി പടച്ചവനെ? ഇവളിങ്ങനായിരുന്നില്ലല്ലോ. എന്റെ മുഖമൊന്ന് വാടിയാ കരയുന്നവള്. എന്ത് പറ്റി പടച്ചവനെ എന്റെ മക്കൾക്ക്? അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാ. നിങ്ങളൊക്കെ തലകുത്തി കിടന്ന് ഉപദേശിച്ചാലും അവര് നന്നാകില്ല. അല്ലാഹു പറയുകയാ, തലകുത്തി കിടന്നിനി ആരൊക്കെ ഉപദേശിച്ചാലും അവര് നന്നാവൂല. കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഈമാൻ കേറൂല. ഒരിക്കലും അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊതുനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഹു അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര ഉപന്ധിക്കുന്ന ഉസ്താദ്, ഈ 18 വയസ്സുള്ള പെണ്ണെന്ത് ഇത്ര പറഞ്ഞിട്ട് നന്നാകാത്തതിന്റെ കാരണം നമ്മൾ പറയുന്നത് അവളുടെ ചെവിയിൽ കേൾക്കൂല. കാരണം അല്ലാഹു അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അടച്ചിട്ട് സീല് വെച്ച് കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏറ്റവും മനസ്സിലാകുന്ന ഉദാഹരണം, റമളാൻ മാസമൊക്കെ വരുമ്പോ റമളാനിന്റെ 1-ാമത്തെ ദിവസം തന്നെ
റമളാനിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ ഈ ഭൂമിയിലുള്ള സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇടൂലേ ഒരു വഴി ഇടുവോ? എടാ, റമളാനിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ എല്ലാ ശൈത്താനെയും പിടിച്ച് ചങ്ങലക്കിടുവോ? ഉള്ളത് പറ, ഇടുവോ? ഇല്ലേ? ഇടും. എന്നിട്ട് നോമ്പ് പിടിക്കാതെ അടക്കുന്ന ചില സാധനങ്ങളില്ലേ? റമളാൻ മാസത്തിൽ പോലും നോമ്പും പിടിക്കാതെ പള്ളിയിലും പോകാതെ നടക്കുന്ന ചിലതില്ലേ? ഉണ്ടോ? അതേതാപ്പാ? എടാ, ഈ പെണ്ണുങ്ങള് ഭർത്താവിനോട് ചോദിക്കുന്ന നിങ്ങളുടെ രോഗം പിടിച്ചു കിടക്കണ വാപ്പ വരെ നോമ്പ് പിടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു കുരു ഇല്ലല്ലോ, എന്താ പിടിക്കാത്ത? നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലല്ലോ, നിങ്ങൾ എന്താ പിടിക്കാത്ത? പൊടി അവൻ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ മരിക്കും കേട്ടാ, കവറുണ്ട്, കവറ്. ഇതാടാ മനുഷ്യ, അവൻ നന്നാകില്ലടോ. അല്ല അവന്റെ ഹൃദയം അടച്ചുപോയി. അല്ല സീല് വെച്ചാ പൊട്ടിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാ പറ്റാ? എടാ, പാപത്തിന്റെ മേൽ പാപങ്ങൾ ചെയ്ത് നിന്റെ ഹൃദയം കറുത്ത അല്ല അങ്ങ് എഴുതി തള്ളിക്കളി. പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നന്നാകണമെന്ന് അവനവന് തോന്നുന്നു, അല്ലാതെ ഉസ്താദന്മാരെ കൊണ്ട് നന്നാക്കാൻ പറ്റൂ? എടാ, ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നണം. ഈ 100 കൊല ചെയ്ത ഒരു മനുഷ്യന്റെ കഥ അറിയത്തില്ല? 99 പേരെ കൊന്നപ്പോഴാണ് ഇവന് കുറ്റബോധം തോന്നി. 99 പേരെ കൊന്നപ്പോ ഈ മനുഷ്യന് കുറ്റബോധം തോന്നി, ഞാൻ ചെയ്യുന്നത് പാവമാണല്ലോ അല്ലാ. അപ്പൊ നോക്കുമ്പോ ഒരു കാക്ക വരുന്നുണ്ട്. ഒരു കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുവോ? ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കോ? 99 പേരെ കൊന്ന നീ സ്വർഗത്തിൽ പോകാനോ? നീ നരകത്തിലാണ്, നിനക്കല്ല പുറത്തു തരൂല, നീ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല. എന്നാ പിന്നെ എന്താ 100 തികച്ചേക്ക? അവനെ കൂടെ അങ്ങ് അവനെ കൂടെ തട്ടി 100 സെഞ്ചുറി അടിച്ചു. 100 പേരെ കൊന്നിട്ട് ഈ മനുഷ്യന് കുറ്റബോധം. അല്ലാ, ഞാൻ 100 പേരെ കൊന്നല്ലോ അല്ലാ. ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട് റോഡിൽ കൂടെ. ഉസ്താദിനെ കണ്ടപ്പോ പറഞ്ഞു, ഉസ്താദെ, 99 ഒന്നും കൂടെ തികച്ച് 100 ആക്കിയിട്ട് വരിക, അല്ല എനിക്ക് പുറത്തു തരുവോ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസ്അല ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും കമ്മിറ്റിക്കാരോട് ചോദിക്കരുത്, ഖത്തീബിനോട് ചോദിക്കാവൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ. മസ്അല ചോദിക്കുവാണെങ്കിൽ ആരോട് ചോദിക്കണം? താടിയും തഴമ്പുള്ളവനോട് ചോദിച്ചിട്ട് ഹാജിയാരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആരോട് ചോദിക്കണം? ഉസ്താദിനോട് ചോദിക്കണം. ഈ ആദ്യം വന്നതൊരു താടിയുള്ള ഒരാളായിരുന്നു. 99 പേരെ കൊന്ന് എനിക്ക് പുറത്തു തരും. ആ മനുഷ്യന്റെ അറിവ് വെച്ച് പറഞ്ഞു, നിനക്ക് പുറത്തു തരൂല, നോ പള്ളിക്കൂടി പോയി. അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. എന്നാ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് 100 തികച്ചിട്ട് വരെ അല്ല പുറത്തു തരുമോ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് അല്ല പുറത്തു തരും. അതാണ് അറിവുള്ളത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിനക്ക് പുറത്തു തരും. മോനെ, ഈ നാട് ഇനി നിനക്ക് പറ്റൂല, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, പൊക്കോ. അതുപോലെ ജാരിമൂടോ അല്ലെങ്കിൽ അങ്ങോട്ട് പൊക്കോ, മുണ്ടറ അങ്ങോട്ട് പൊക്കോളം പറഞ്ഞു. നല്ല ഒരു നാടുണ്ട്, നീ അങ്ങോട്ട് പോയി ജീവിച്ചോ, ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. ഈ റമളാൻ മാസത്തിൽ എല്ലാരും പള്ളി കേറൂലേ? അപ്പൊ ഈ സ്ഥിരമായി പള്ളി വരുന്ന ചില ആൾക്കാർ ചോദിക്കും, എടാ അബൂബക്കർ, നീയും പള്ളി കയറിയോ? എത്ര നാളത്തെ കാണാം? ഒരു കളിയാക്കുന്ന ടീമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് പേടിച്ചിട്ടാ പലരും പള്ളി വരാത്ത. ഇത് പേടിച്ചിട്ടാ പലരും ഒരുത്തൻ നന്നായി പള്ളി കയറാൻ വരുമ്പോ ഇവൻ കളിയാക്കും. അപ്പൊ പിന്നെ എന്തിനാ വരുന്നത്? ഇതാ കളിയാക്കുന്ന ടീം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ 99-100 പേരെ കൊന്ന മനുഷ്യനോട് പറഞ്ഞ അപ്പുറത്തൊരു നല്ല നാടുണ്ട്, പൊക്കോ. ഈ മനുഷ്യൻ പോകണ വഴിയിൽ മരിച്ചു. ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു. മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, 100 പേരെ കൊന്നവനാ ഞങ്ങൾക്കുള്ളതാ, നരകത്തിൽ കൊണ്ടുപോകണം, ബാ ഇവിടെ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, പറ്റൂല, ഇവൻ തൗബ ചെയ്തിട്ട് വന്നവനാ, ഞങ്ങൾക്കുള്ളതാ. നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി, വലിയ വിഷയമായി. അല്ലാഹുവേ, പടച്ചവനെ, 100 കൊല ചെയ്ത ഒരു മനുഷ്യന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും കൂടെ തമ്മിലടിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ തമ്മിലടിയ, സ്വർഗത്തിൽ വിടാനല്ല, വാപ്പാടെ സ്വത്തിന് വേണ്ടി. അല്ലാഹു കാക്കുമാറാകട്ടെ.